ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് വരികയാണ്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കണം കംപ്ലൈൻറ്റ് ഒന്ന് ജനറൽ സർവീസ്, പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ്, ബ്രേക്ക് സൗണ്ട്, അതേപോലെ ചെയിൻ ചെക്ക് ചെയ്യണേസ് പറഞ്ഞിട്ടുണ്ട്, ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിക്കണേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ക്ലച്ച് ലൂസ്, ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിനായിട്ട് വണ്ടി കയറ്റി അയച്ചിട്ടുണ്ട്. എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അത്യാവശ്യം നല്ല വലിയ കഴിഞ്ഞ സർവീസിലൊന്ന് മാറ്റിയാനാണ്. അപ്പോൾ നമുക്കൊന്ന് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത് MRF ടയർ തന്നെയാണ്. പിന്നെ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വാട്ടർ പേപ്പർ ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് പിടിച്ച് ക്ലീനാക്കി കയറ്റാം. പിന്നെ അത് കൂടാതെ ചെയിനൊക്കെ ചെറിയ ലൂസുണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എന്നാൽ പോലും ക്ലീൻ ചെയ്തിടാം. പിന്നെ ന്യൂട്രൽ സ്വിച്ച് തെളിയുന്നില്ല, ന്യൂട്രൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ചിൻ്റെ വരുന്ന കോൺടാക്റ്റിൻ്റെ ഇവിടെ ചെറിയ ക്ലാവൊക്കെ പിടിച്ചൊരു കുഴിഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട്. തന്നെയല്ല അതിൻ്റെ ഇവിടെ ആ പിന്നും അതേപോലെ തന്നെ ആ സ്പ്രിങ്ങൊക്കെ കംപ്ലൈൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു വാട്ടർ കണ്ടൻ്റുള്ള രീതിയിൽ തുരുമ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വലിയ കോസ്റ്റ്ലി ഒന്നുമില്ല, അതൊക്കെ മാറ്റിയിട്ടേക്കാം കേട്ടോ. ആ സ്വിച്ചും കറക്റ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചും കൂട്ടത്തേക്ക് നടത്തി വിടുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് പാഡൊക്കെ പുതിയ പാഡാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രാക്കറ്റ് അസംബ്ലി, കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് വേറെ നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസുകളില്ല. ഈ സൈഡിൽ ചെറിയൊരു ലീക്കിൻ്റെ ഒരു പ്രസൻസ് കാണുന്നുണ്ട്, ഫോർക്ക് സൈഡ് ലീക്ക് റൈറ്റ് സൈഡിൽ കേട്ടോ. അപ്പോൾ അത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ അത് നിലവിലിപ്പോൾ ജനറൽ സർവീസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞേക്കണ വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാരണം എന്ന് വെച്ചാൽ പ്ലഗിനകത്ത് ശരിക്കും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഷോർട്ടിങ് ചെറുതായിട്ട് അതിൻ്റെ കളറ് മാറിയ രീതിയിലാണ് അതിൻ്റെ ഫയറിങ് നടക്കുക. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം. അതല്ലെങ്കിൽ പ്ലഗ് ഷോർട്ടായിട്ട് നമ്മളിനിപ്പോൾ ഇടയ്ക്ക് കംപ്ലയിൻ്റ് അടിച്ച് കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ കൂട്ടത്തിൽ കൂടെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ്, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മളത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബാക്കിലത്തെ കൗൾസറിൻ്റെ ബാക്കിലത്തെ പൊട്ടിപ്പോയേക്കനാണ്. അത്യാവശ്യം വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മെയിനായിട്ട് ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാനതിൻ്റെ പിന്നെ വാട്ടർ സർവീസ് ഉണ്ട്, പൊല്യൂഷൻ എടുക്കാനുണ്ട്, ഇതൊക്കെയാണ് പറഞ്ഞത് മെയിനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 5:30-6 മണിയൊക്കെ ആവും. 5:30-6 മണിയൊക്കെ ആവും വാഷിംഗ് അടക്കം കഴിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും റെഡി ആയിട്ട് വിളിക്കാം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ.